അല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകിയിട്ടുള്ള ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങളെ വളരെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്ന നിലക്കുള്ള, അവിടുത്തെ സമാധാനിപ്പിക്കുന്ന നിലക്കുള്ള ഒരധ്യായമാണ് സൂറത്തുൽ കൗസർ. പ്രാരംഭ ആയത്തിൽ തന്നെ അല്ലാഹു തആല പറയുന്നത് ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്നാണ്. നിശ്ചയമായും നാം താങ്കൾക്ക് നൽകിയിരിക്കുന്നു അൽ കൗസർ. എന്താണ് ആ കൗസർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? രണ്ട് പ്രബലമായ അഭിപ്രായങ്ങളാണ് ആ വിഷയത്തിൽ ഉള്ളത്. ഒന്ന്, ഹുവൽ ഖൈറുൽ കസീർ അല്ലദീ അഅതാഹു അല്ലാഹു ഇയ്യാഹു. അവിടുത്തേക്ക് അല്ലാഹു തആല അവിടുത്തേക്ക് മാത്രമായി നൽകിയിട്ടുള്ള ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങൾ, നന്മകൾ. അപ്പൊ അൽ കൗസർ എന്ന് പറഞ്ഞാൽ ധാരാളം നന്മകൾ, അതിലെല്ലാം പെട്ടു. അങ്ങനെ മൊത്തം അവിടുത്തേക്ക് നൽകപ്പെട്ടിട്ടുള്ള എല്ലാ പ്രത്യേകമായ നന്മകളെയും സൂചിപ്പിച്ചുകൊണ്ടാണ് അൽ കൗസർ എന്ന് പ്രയോഗിച്ചത് എന്ന ഒരഭിപ്രായം സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ അഭിപ്രായം, അതാണ് നാം ഏവരും സാധാരണഗതിയിൽ അൽ കൗസർ എന്ന് ചേർത്ത് പറയുമ്പോൾ ഒരു പ്രസിദ്ധമായ തടാകത്തിലേക്ക് ചേർത്തുകൊണ്ട് നമ്മൾ പറയാറുണ്ട് ഹൗദുൽ കൗസർ. ഇമാം ബുഖാരി റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു അഭിപ്രായം, ആയിഷ റളിയല്ലാഹു അൻഹയോട് അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്നതിനെ സംബന്ധിച്ച് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന്. അപ്പൊ കാലത്ത് നമ്മുടെ ഉമ്മ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഹുവ നഹറുൻ ഉഅ്തിയഹു നബിയുക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ പ്രവാചകന് നൽകപ്പെട്ടിട്ടുള്ള ഒരു നദിയാണത്. ശാഖിആഹു അലൈഹി ദുർറുൻ മുജവ്വഫുൻ. ആ നദിയുടെ ഇരു കരകളിലും അതാ ഉള്ളു പൊള്ളയായ നിലക്കുള്ള പ്രത്യേക തരം മുത്തുകൾ വിതറപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ പാർശ്വഭാഗങ്ങൾ, അതിന്റെ കരയുടെ പ്രത്യേകതയാണ് ആ പറഞ്ഞത്. ആനിയതുഹു കഅദദിൻ നുജൂം. അതിലെ പാത്രങ്ങളുടെ എണ്ണം നക്ഷത്ര സമാനമാണ്. ആകാശലോകത്ത് നക്ഷത്രങ്ങൾക്ക് കണക്കുണ്ടോ? അത്രയും കണക്കല്ലാത്ത നക്ഷത്ര സമാനമായ എണ്ണമാണ് ആ പ്രത്യേകമായ നദിയിൽ നിന്ന് കുടിക്കുവാൻ ഉപയോഗപ്പെടുത്തുന്ന പാത്രങ്ങളുടെ എണ്ണം എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി. വീണ്ടും നമുക്ക് കാണാം, അതദറൂന മൽ കൗസർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, നിങ്ങൾക്കറിയാമോ എന്താണ് കൗസർ എന്ന്? ഫഖുൽനാ, അപ്പോൾ സഹാബത്ത് പറയാണ്, ഞങ്ങൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം. ഇതിനെപ്പറ്റി അല്ലാഹുവിന് അറിയാം, അല്ലാഹുവിന്റെ വഹയി ലഭിക്കുന്നതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും അറിയാം. ഫഖാല, അവിടുന്ന് പറഞ്ഞു, ഫഇന്നഹു നഹറുൻ വഅദനീഹി റബ്ബി അസ്സ വജൽ. അല്ലാഹു അസ്സ വജൽ എനിക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ള നദിയാണത്. അലൈഹി ഖൈറുൻ കസീർ. ധാരാളക്കണക്കിന് നന്മ നിറഞ്ഞ മഹത്വപൂർണമായ ഹുവ ഹൗലുൻ, അതൊരു തടാകമാണ്. തരിദു അലൈഹി ഉമ്മത്തി, എന്റെ സമുദായം അതിന്റെ അടുക്കൽ വന്നു ചേരുന്നതാണ്. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകപ്പെട്ട മറ്റൊരു പ്രവാചകനും നൽകിയിട്ടില്ലാത്ത ഏറ്റവും പരമപ്രധാനമായ പ്രത്യേകമായ ഒരു തടാകം, ഒരു ജലതടാകം നാളെ മഹ്ശറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാത്രമായി അല്ലാഹു തആല തയ്യാർ ചെയ്തു വെച്ചിരിക്കുകയാണ്. അത് അവിടുത്തേക്കുള്ള ശ്രേഷ്ഠതയാണ്. അവിടുന്ന് പറഞ്ഞു, ജനങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നി ലക്കും ഫറത്തുൻ അലൽ ഹൗദി فإياي لا يأتين أحدكم فيذب عني كما يذب البعير الضال فأقول فيما هذا فيقال إنك لا تدري
മാ അഹ്ദസൂ ബഅദക ഫഅഖൂലു സുഹ്ഖാ. സഹീഹ് മുസ്ലിമിലും ബുഖാരിയിലും ഒക്കെ നമുക്ക് ഈ വിഷയകമായി വന്നിട്ടുള്ള ധാരാളം ഹദീസുകൾ കാണാൻ സാധിക്കും. നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നാളെ പരലോകത്ത് മഹ്ശറിൽ അല്ലാഹു ഏർപ്പാട് ചെയ്യുന്ന ഏറ്റവും പ്രസിദ്ധമായ ഒരു തടാകമാണ് ഹൗദുൽ കൗസർ. അവിടുന്ന് പറഞ്ഞു, ജനങ്ങളെ, ഇന്നി ലക്കും ഫറത്തുൻ, ഞാൻ നിങ്ങൾക്കൊക്കെ മുമ്പേ അവിടെ എത്തുന്നതാണ്. ആ ഹൗലിന്റെ സമീപത്ത് അലൽ ഹൗദ്, ഈ ഹൗലിന്റെ, ഈ തടാകത്തിന്റെ, ജലതടാകത്തിന്റെ സമീപത്ത് നിങ്ങളൊക്കെ എത്തുന്നതിന്റെ മുമ്പേ ഞാൻ അവിടെ എത്തിയിരിക്കും. അങ്ങനെ നിങ്ങളാരും എന്റെ അടുക്കൽ വരുമ്പോ, എന്റെ അടുക്കൽ നിന്ന് അതേ കൂട്ടം തെറ്റിയ ഒട്ടകം ആട്ടി അകറ്റപ്പെടുന്നത് പോലെ, വഴിതെറ്റിയ ഒട്ടകം ആട്ടി പായിക്കപ്പെടുന്നത് പോലെ എന്റെ അടുക്കൽ നിന്ന് ആട്ടി പായിക്കപ്പെടുന്ന ഒരു ദുരന്തം നിങ്ങൾക്കുണ്ടാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സമൂഹത്തോട് മുന്നറിയിപ്പ് നൽകുകയാണ്. അതെ, പലപ്പോഴും ഒരുപക്ഷെ കുറെ ആളുകൾ എന്റെ അടുക്കൽ വരുമ്പോൾ ആ ആളുകൾക്ക് ഞാൻ വെള്ളം കുടിക്കാൻ കൊടുക്കാൻ നേരത്ത് അവരെന്റെ അടുക്കൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്ന ഒരു ദുരന്തം വരാനുണ്ട്. ആ സമയത്ത് ഞാൻ ചോദിക്കും, എന്തുകൊണ്ടാണ് റബ്ബേ ഇവർ ആട്ടി ഓടിക്കപ്പെടുന്നത്? അപ്പോൾ പറയപ്പെടും, നബിയേ ഇന്നക ലാ തദ്രി, നിശ്ചയം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, മാഹദസു ബഅദക, താങ്കളുടെ ശേഷം താങ്കൾ പഠിപ്പിച്ച ദീനിൽ അവർ എന്തൊക്കെ പുതിയത് കൊണ്ടുവന്നവരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് നിങ്ങൾ അവർക്ക് ഈ ജലം കുടിക്കാൻ കൊടുക്കാൻ മെനക്കെടുന്നത്. അതുകൊണ്ട് അവർക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ വെള്ളം വാങ്ങി കുടിക്കാനുള്ള യോഗ്യതയില്ല അവർക്ക്. കാരണം അവർ താങ്കൾക്ക് ശേഷം താങ്കൾ പഠിപ്പിച്ച് പൂർത്തിയാക്കിയ ദീനിൽ പുതിയത് കടത്തിക്കൂട്ടിയവരാണ്, പുതിയത് കൊണ്ടുവന്നവരാണ്. ഇത് ഞാൻ കേൾക്കുമ്പോൾ ഫഅഖൂലു, അപ്പോൾ ഞാൻ പറയും, സുഹ്ഖാ, നിങ്ങൾ വഴിമാറിപ്പോകൂ, ദൂരെ മാറി നിൽക്കൂ, എന്റെ അടുത്തേക്ക് വരണ്ട, എനിക്ക് നിങ്ങളെ കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ ആട്ടിപ്പായിക്കും, അതല്ലെങ്കിൽ അകറ്റുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകപ്പെടുന്ന ഈ മഹനീയമായ ഹൗദുൽ കൗസർ എന്ന് പറയുന്ന ആ ജലതടാകം, അതിന്റെ പ്രത്യേകത അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൗലി മസീറത്തു ശഹരിൻ വസവായാഹു സവാഉൻ വമാഉഹു വബിയദു മിനൽ വരിഖി വരീഹുഹു വത്യബു മിനൽ മിസ്കി വകീസാനുഹു കനുജൂമിസ് സമാഇ ഫമൻ ശരിബ മിൻഹു ഫലാ യദ്മഉ ബഅദഹു അബദാ. ഹൗലി, എനിക്കവിടെ നൽകപ്പെടുന്ന തടാകം, അഥവാ എന്റെ ഹൗല്, അഥവാ ഹൗദുൽ കൗസർ, മസീറത്തു ശഹരിൻ, ഒരു മാസത്തെ വഴിദൂരമാണ് അതിന്റെ വലുപ്പം. കണ്ടോ, ഒരു മാസം നടന്നാലും തീരാത്തത്ര വഴിദൂരമുള്ള വലുപ്പമുള്ളതാണ് എനിക്ക് നൽകപ്പെടുന്ന തടാകം. വസവായാഹു സവാഉൻ, അതിന്റെ കോണുകളെല്ലാം, അതിന്റെ മൂലകളെല്ലാം സമമാണ്, അഥവാ സമചതുരത്തിലുള്ള ഒരു തടാകമാണത്. ഹൗദുൽ കൗസർ എന്ന് പറയുന്നത് സമചതുരത്തിലുള്ള ഒരു തടാകമാണ്. അതിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്തണമെങ്കിൽ ഒരു മാസത്തെ സഞ്ചാര ദൂരമുണ്ട്. എത്രയാണ് അപ്പൊ അതിന്റെ വലുപ്പം? അത്രയും വലിയ ജലതടാകം. ഇനി അതിന്റെ വലുപ്പം പറഞ്ഞല്ലോ, ഇനി അതിലെ വെള്ളമിന്റെ പ്രത്യേകത എന്താണ്? വമാഉഹു അബിയദു മിനൽ വരിഖി, അതേ അതിലെ വെള്ളമതാ വെള്ളിയേക്കാൾ വെളുപ്പുള്ളതാണ്. ചില റിപ്പോർട്ടിൽ പാലിനേക്കാൾ വെളുത്തതാണെന്ന് കാണാം. വരീഹുഹു, അതിന്റെ ഗന്ധം എന്താണ്? അത്യബു മിനൽ മിസ്കി, കസ്തൂരിയേക്കാൾ സുഗന്ധപൂരിതമാണ് അതിന്റെ ഗന്ധം. വകീസാനുഹു, അതിൽ നിന്ന് വാങ്ങി കുടിക്കുവാനുള്ള കോപ്പകൾ, കൂജകളുടെ എണ്ണം എത്രയാണെന്നോ? കനുജൂമിസ്സമാ, ആകാശലോകത്തുള്ള നക്ഷത്രങ്ങളെ പോലെ കണക്കല്ലാത്ത കൂജകളും കോപ്പകളുമാണ് അതിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ളത്. ഫമൻ ശരിബ മിൻഹു, ഈ വെള്ളത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ തടാകത്തിൽ നിന്ന് ആരെങ്കിലും ഒരിറക്ക് കുടിച്ചു കഴിഞ്ഞാൽ ഫലാ യദ്മഉ ബഅദഹു അബദാ, ഒരു കാലത്തും പിന്നെ അവന് ദാഹമുണ്ടാകുന്നതല്ല. അത്രയും ശ്രേഷ്ഠകരമായ പാനീയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്.
വീണ്ടും പറയുന്നു, ഇന്നി ഫറത്തുക്കും അലൽ ഹൗദി, നിങ്ങൾക്ക് മുമ്പേ ഞാൻ അവിടെ എത്തുന്നതാണ്. ഹൗദുൽ കൗസറിന്റെ സമീപത്ത് നിങ്ങളൊക്കെ എത്തുന്നതിന്റെ മുമ്പ് ഞാനെത്തും. കാരണം എന്തെന്നല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ, അതേ ഈ ഭൂമി പൊട്ടിപ്പളർന്നുകൊണ്ട് മഹ്ശറിലേക്ക് ആളുകൾ പോകുമ്പോൾ ആദ്യമായി ഖബർ പൊട്ടിപ്പിളർന്നുകൊണ്ട് മഹ്ശറിലേക്ക് പോകുന്ന ഒന്നാമത്തെ വ്യക്തി ഞാനായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതെ, ഞാൻ ഹൗലിന്റെ സമീപത്ത് നേരത്തെ പോയി ഇരിപ്പുറപ്പിക്കും. ഹൗലിന്റെ തടാകത്തിന്റെ സമീപത്തിൽ ഞാൻ പോയി നിൽക്കും. മൻ മറ ബീ ശരിബ, എന്റെ അടുക്കലൂടെ നടന്നു പോകുന്നവർക്കൊക്കെ അതിൽ നിന്ന് കുടിക്കാൻ കിട്ടും. ഒമൻ ശരിബലം അബദാ, ആരെങ്കിലും അതിൽ നിന്ന് കുടിച്ചാലോ കാലാകാലം അവന് പിന്നെ ദാഹമില്ല. വലയരിതന്ന അലയ്യ അഖ്വാം, അങ്ങനെ ഞാൻ ആളുകൾക്ക് ഇങ്ങനെ വെള്ളം മുക്കി കൊടുത്തുകൊണ്ടിരിക്കെ എന്റെ അടുക്കലേക്ക് ചില ആളുകൾ ഇങ്ങനെ വന്നണയും. എന്റെ അടുക്കലേക്ക് ചില ആളുകൾ വന്നണയും. എനിക്കവരെ അറിയാം, അവരെന്റെ ഉമ്മത്താണെന്നറിയാം, അവരെന്നെയും മനസ്സിലാക്കും. പക്ഷേ പെട്ടെന്നതാ സുമ്മ യുഹാലു ബൈനി വബൈനഹും, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കാൻ ഒരുങ്ങുമ്പോഴേക്ക് എനിക്കും അവർക്കുമിടയിൽ മറയിടപ്പെടുകയാണ്. അതെ, പിന്നെ അവർക്ക് എന്നോടടുക്കാനാകുന്നില്ല. അവരതാ വളരെയേറെ ഞാനുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ഒരുങ്ങുമ്പോൾ സാധ്യമാകാതെ മറയിടപ്പെടുന്നു. ഫഅഖൂലു, അപ്പോൾ ഞാൻ പറയും എന്റെ റബ്ബിനോട്, ഇന്നഹും മിന്നീ, അവരെന്റെ ഉമ്മത്താണല്ലോ റബ്ബേ, എന്റെ സമുദായത്തിലെ മെമ്പർമാരാണല്ലോ അവര്. ഫയഖാലു, അപ്പോൾ പറയപ്പെടും, നബിയെ നിങ്ങൾക്ക് അവരെ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്, നിങ്ങൾക്കവരെ അറിയില്ലല്ലോ. എന്താണ് അവർക്കുള്ള കുഴപ്പം? ഇന്നക ലാ തദ്രി, നിശ്ചയം താങ്കൾക്കറിയില്ല. മാഹിദസു ബഅദക, താങ്കൾക്ക് ശേഷം അവരെന്തൊക്കെയാണ് പുതിയത് കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. നിങ്ങൾ പൂർത്തിയാക്കി കൊടുത്തുപോയ ഇസ്ലാം ദീനിൽ അതിരില്ലാത്ത പല വിശ്വാസങ്ങളും ഇവർ കടത്തിക്കൂട്ടിയവരാണ്. ആ ദീനിലില്ലാത്ത കർമ്മങ്ങൾ ഇവർ കൊണ്ടുവന്നവരാണ്. ആ ദീനിലില്ലാത്ത ആചാരങ്ങൾ ഇവർ കൊണ്ടുവന്നവരാണ്. ആ ദീനിലില്ലാത്ത ചില സംസ്കാരങ്ങൾ അവർ കടത്തിക്കൂട്ടിക്കൊണ്ട്, അതേ താങ്കൾ പ്രഖ്യാപിച്ചില്ലേ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, വളരെ പരിപൂർണമാക്കി തന്നിരിക്കുന്നു ഇന്നത്തെ ദിവസം എന്നല്ല പറഞ്ഞില്ലേ? ആ പൂർത്തിയാക്കി തന്നപോയ ദീനിൽ താങ്കളുടെ കാലശേഷം ഈ ജനങ്ങൾ പലരും കടത്തിക്കൂട്ടി. ബിദ്അത്ത് ചെയ്ത കക്ഷികളാ വരുന്നത്. ബിദ്അത്തിന്റെ ഗൗരവമാ മനസ്സിലാക്കേണ്ടത്. ബിദ്അത്ത് എന്ന് പറയുന്നത് അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ദീനുൽ ഇസ്ലാം. ആ ഇസ്ലാമിൽ ഇനി പുതിയതാരെങ്കിലും ഒന്ന് കൊണ്ടുവന്നാൽ, അതിലില്ലാത്ത ആരെങ്കിലും അതിലില്ലാത്തത് വല്ലതും കൊണ്ടുവന്നാൽ അത് തള്ളണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. ആ ബിദ്അത്ത് ചെയ്യുന്ന കക്ഷികൾക്ക് നാളെ പരലോകത്തതാ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ള യോഗ്യത പോലും നിഷേധിക്കപ്പെടുന്നു എന്നാണ് ഇവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിനെ തിരിച്ചറിയൽ എങ്ങനെയാണ്? മറ്റുള്ള ആളുകളുടെയൊക്കെ കൂട്ടത്തിൽ നിന്ന് എന്റെ ഉമ്മത്തിനെ ഞാൻ തിരിച്ചറിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതെങ്ങനെയാ നബിയെ? ഇക്കണ്ട കോടിക്കണക്കിന് ജനസമൂഹത്തിനിടയിൽ നിന്ന് അങ്ങയുടെ സമൂഹത്തെ മാത്രം അങ്ങ് എങ്ങനെയാണ് തിരിച്ചറിയുക എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, എന്റെ സമുദായത്തിന്റെ ഉളൂഇന്റെ അടയാളങ്ങൾ കാരണത്താൽ അവരുടെ കൈകാൽ മുഖം ശോഭയുള്ള നിലക്ക് പ്രത്യേകമായ ചില അടയാളങ്ങളിലൂടെ എന്റെ സമുദായത്തിലെ ആളുകളെ ഞാൻ തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിയുന്ന ആളുകൾ, അതെ, അവരിങ്ങനെ വരികയാണ് വെള്ളം കുടിക്കാൻ വേണ്ടി. പക്ഷേ ബിദ്അത്തുകൾ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള കക്ഷികൾ, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത വിശ്വാസങ്ങൾ കൊണ്ടുവന്നു, ആചാരങ്ങളും നടപടിക്രമങ്ങളും കൊണ്ടുവന്നു. അങ്ങനെ ഇസ്ലാമിന്റെ സുന്ദരമായ അതിന്റെ കൃത്യമായ വരമ്പിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ചു പോയി. അവര് വിചാരിക്കുന്നത് അവര് ചെയ്തതൊക്കെ നല്ലതാണെന്നാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് കാണാം, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല
الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا ഖുൽ നബിയേ പറയൂ, ഹൽ നുനബ്ബിയുക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. ശരിക്കും നമ്മുടെ ശ്രദ്ധ പതിയേണ്ടുന്ന വചനമാണത്. നാം നിങ്ങൾക്ക് അല്ലാഹു ചോദിക്കുകയാണ്, നാം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. ബിൽ അഖ്സരീന അഅമാല, അതേ പ്രവർത്തിച്ചിട്ട് വളരെ പരാജയപ്പെട്ട ആളുകളെ കുറിച്ച്. അമലുകൾ ചെയ്തിട്ടും ആ അമലുകൾ കൊണ്ട് ഒരു ഉപകാരവും കിട്ടാതെ പരലോകത്ത് പരാജിതരുടെ കൂട്ടത്തിൽ പെട്ടുപോയി. അമലുകൾ ഒരുപാട് ദുനിയാവിൽ വെച്ച് ചെയ്തിട്ടും പരലോകത്ത് നഷ്ടകാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോയവരെ കുറിച്ച് നാം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. എന്നിട്ട് അല്ലാഹു പറയുന്നു, അല്ലദീന ضل സഅയുഹും ഫിൽ ഹയാത്തി ദുനിയാ, അവരാരാണെന്നോ ഈ ലോകത്ത് വെച്ച് അവരൊരുപാട് അമലുകൾ ചെയ്തു, ഒരുപാട് കർമ്മങ്ങൾ അവർ പ്രവർത്തിച്ചു, ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു. പക്ഷേ ചെയ്തതൊക്കെയും വഴിതെറ്റിയിട്ടാണ് ചെയ്തത്. ضل സഅയുഹും, അവരുടെ പരിശ്രമം പാളിപ്പോയി, അവരുടെ അധ്വാനങ്ങൾ വഴിതെറ്റിയ അധ്വാനമാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ അല്ലാഹു പഠിപ്പിച്ചു തന്ന അധ്വാനമല്ല അധ്വാനിച്ചത്. കുറെ അധ്വാനിച്ചു, കുറെ പ്രവർത്തിച്ചു, കുറെ അമലുകളൊക്കെ ചെയ്തു. പക്ഷേ പരലോകത്ത് പ്രതിഫലം കിട്ടണമെങ്കിൽ എന്തധ്വാനമാണ് അധ്വാനിക്കേണ്ടതെന്ന് അല്ലാഹു സൂറത്തുൽ ഇസ്രായിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ, ആരെങ്കിലും പരലോകത്തെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ വസഅ ലഹാ, അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തെങ്കിൽ സഅയഹ, അതിൻ്റെതായ പരിശ്രമം, പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന പരിശ്രമം, പരലോകത്ത് കൂലി കിട്ടാവുന്ന അധ്വാനം, അത് അധ്വാനിച്ചാൽ വഹുവ മുഅ്മിനുൻ, ഈമാൻ അടിത്തറയായിട്ടുള്ളവനുമായിരിക്കെ നല്ല മുഅ്മിനാണ്, വിശ്വാസത്തിനൊരു തകരാറുമില്ല, ശിർക്കില്ല, കുഫറില്ല, അങ്ങനെ നല്ല വിശ്വാസിയാണ്. എന്നിട്ടവൻ പരലോകത്തേക്ക് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള സൽക്കർമ്മങ്ങൾ നന്നായി അധ്വാനിക്കുകയും ചെയ്താൽ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ, അക്കൂട്ടരുടെ അധ്വാനം അല്ലാഹു വളരെ നന്ദിയോടെ സ്വീകരിച്ചിട്ട് അതിന് വലിയ പ്രതിഫലം തിരിച്ചു കൊടുക്കുന്നതാകുന്നു. ഇതാണല്ലോ സൂറത്തുൽ ഇസ്രായിൽ പറയുന്നത്. എന്നാലോ ബിദ്അത്തിന്റെ കക്ഷിക്കാരുടെ കുഴപ്പം എന്താണ്? അവരൊരുപാട് അമൽ ചെയ്തു. അതാണല്ലോ ചോദിക്കുന്നത്. പണിയെടുത്തിട്ട് പരലോകത്ത് തോൽക്കുന്നവർ, പണിയെടുത്തിട്ടും പരലോകത്ത് പരാജയപ്പെടുന്നവർ, പണിയെടുത്തിട്ടും അധ്വാനിച്ചിട്ടും പരലോകത്ത് നഷ്ടപ്പെടുന്നവരെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ. അവരാരാണ്? അല്ലദീന ضل സഅയുഹും, അവരുടെ പരിശ്രമങ്ങളും അധ്വാനങ്ങളുമൊക്കെ വഴിതെറ്റിപ്പോയി, ചെയ്യേണ്ട റൂട്ടിലല്ല ചെയ്തത്, അധ്വാനിക്കേണ്ട രൂപത്തിലല്ല അധ്വാനിച്ചത്. എന്താ കാരണം? അവര് ഇസ്ലാമാണ്, പുണ്യമാണ്, നന്മയാണ് എന്നൊക്കെ വിചാരിച്ചു. വഹും യഹ്സബൂന, അവര് വിചാരിക്കുകയും ചെയ്യുന്നു, അന്നഹും യുഹ്സിനൂന സുൻആ, അവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ല പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത്, പ്രവൃത്തികളൊക്കെ അവർ നന്നാക്കി ചെയ്യുന്നുണ്ടെന്നാണ് അവരുടെ ധാരണ. പക്ഷെ ആ ധാരണ കൊണ്ട് കാര്യമില്ല. ഞാൻ ചെയ്യുന്നതൊക്കെ നല്ലതാണ്, ഞാനിങ്ങനെ ധരിച്ച് സമാധാനിച്ചിട്ട് കാര്യമില്ല. അതിന് ഇസ്ലാമിൽ അഡ്രസ് ഉണ്ടോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാതൃകയുണ്ടോ? ഉണ്ടെങ്കിൽ അത് ചെയ്താലേ പരലോക പ്രതിഫലം കിട്ടുകയുള്ളൂ. ഇവിടെ കേസ് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്തേക്ക് ആളുകൾ കയറി വരുന്നു. ആ കയറി വരുന്ന ആളുകൾ വെള്ളം കുടിക്കാനാണ് വരുന്നത്. ഇന്നി അലൽ ഹൗദി ഹത്താ അൻദുറ മൻ യരിദു അലയ്യ മിൻകും, ഞാൻ നിങ്ങളെ കാത്തിരിപ്പാണ്, എന്റെ അടുക്കലേക്ക് ആരൊക്കെയാണ് കടന്നു വരുന്നത് എന്ന് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എന്റെ അടുത്തേക്ക് എത്തുന്നതിന്റെ മുമ്പ് ചില ആളുകളെ അങ്ങ് പിടിക്കപ്പെടും. എന്റെ അടുത്തേക്ക് വരാൻ കഴിയൂല, അപ്പോഴൊക്കെ അവർ തടയപ്പെടും, അവിടെ പിടിക്കപ്പെടും. അപ്പൊ ഞാൻ അല്ലാഹുവോട് പറയും, ഫഖൂൽ, ഞാൻ പറയും, യാ റബ്ബി, എന്റെ രക്ഷിതാവേ, മിന്നീ വ മിൻ ഉമ്മത്തി, അവർ എന്നിൽപ്പെട്ടവരാണല്ലോ. അപ്പോഴും അല്ലാഹു പറയും, മമാ ശഅർത മാമിലു ബഅദക, നിനക്കവരെ അറിയില്ല നബിയേ, അഥവാ താങ്കൾക്ക് ശേഷം അവരെന്തൊക്കെ പുതിയത് ചെയ്തു എന്ന് നിങ്ങൾക്കറിയാമോ?
അവര് താങ്കൾക്ക് ശേഷം താങ്കൾ പഠിപ്പിച്ച റൂട്ടിൽ നിന്ന് തെറ്റി സഞ്ചരിച്ചവരാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ മാതൃകയിൽ നിന്ന്, അവിടുന്ന് പഠിപ്പിച്ച ശരിയായ വിശ്വാസത്തിൽ നിന്ന് അന്ധവിശ്വാസങ്ങൾ കടത്തിക്കൂട്ടിയ കക്ഷികൾക്ക് നാളെ മഹ്ശറിൽ ഒരു തുള്ളി വെള്ളം ഈ പ്രത്യേകമായ പാനീയത്തിൽ നിന്ന് ആസ്വദിക്കാനാവില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നോക്കണം നിങ്ങൾ, ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ മഹാന്മാരായ വ്യാഖ്യാതാക്കളിൽ പ്രഗത്ഭരായ ആളുകൾ പറഞ്ഞത് എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. മഹാനായ ഇബ്നു അബ്ദുൽ ബർർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ആരാണിതിൽ ഉൾപ്പെടുക? കുല്ലു മൻ അഹ്ദസ ഫിദ്ദീനി ഫഹുവ മിനൽ മത്റൂദീന അനിൽ ഹൗദി കൽ ഖവാരിജി വറവാഫിളി വസായിരി അസ്ഹാബിൽ അഹ്വാ. എന്താ അദ്ദേഹം പറയുന്നത്? കുല്ലു മൻ അഹ്ദസ ഫിദ്ദീൻ, ദീനിൽ പുതിയത് ആരൊക്കെ പുതിയത് കടത്തിക്കൂട്ടിയോ, ഇസ്ലാമിൽ അതിലില്ലാത്തത് ആരൊക്കെ കൊണ്ടുവന്നോ, ഫഹുവ അവൻ മിനൽ മത്റൂദീന അനിൽ ഹൗദ്, ഈ മഹത്വമേറിയ ജലതടാകത്തിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്നവനാണ്. കൽ ഖവാരിജി, ഇസ്ലാമിലെ ആദ്യത്തെ അവാന്തര കക്ഷികളിൽപ്പെട്ട പിഴച്ച കക്ഷികളായിരുന്നു ഖവാരിജുകൾ. അവരെ പോലെ റാഫിള കക്ഷികളെ പോലെ നബി കുടുംബത്തോട് ഞങ്ങൾക്ക് സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് മഹാന്മാരായ സഹാബത്തിനെ മുഴുവൻ തള്ളിക്കളഞ്ഞ് ഒരുപാട് വിദണ്ഡവാദങ്ങൾ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന റാഫിളത്ത് കക്ഷികളും വസായിരി അസ്ഹാബിൽ അഹ്വാ, ഏതൊക്കെ തന്നിഷ്ടത്തിന്റെ കക്ഷികളുണ്ടോ എല്ലാവരും പ്രവാചക തിരുമേനിക്ക് നൽകപ്പെടുന്ന ഈ ജലതടാകത്തിന്റെ സമീപത്തു നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നതാണ്. ഇനി മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, ഇന്ന അശദ്ദഹും തർദൻ മൻ ഖാലഫ ജമാഅത്തൽ മുസ്ലിമീന വഫാറഖ സബീലഹും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകപ്പെടുന്ന ഈ മഹത്വമേറിയ ജലതടാകത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നവരിൽ ഏറ്റവും ഗൗരവപ്പെട്ടവരാരായിരിക്കുമെന്നോ, മൻ ഖാലഫ ജമാഅത്തൽ മുസ്ലിമീന വഫാറഖ സബീലഹും, മുസ്ലിമീങ്ങൾ നടന്നു പോന്ന ഒരു വഴിയുണ്ട്, പ്രവാചകൻ പഠിപ്പിച്ച വഴിയുണ്ട്, സ്വഹാബത്ത് താണ്ടിക്കടന്ന വഴിയുണ്ട്. ആ വഴിയോട് മത്സരം കാണിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് ഇസ്ലാമികമായ സൊസൈറ്റിയുടെ യഥാർത്ഥമായ ആദർശമേതോ ആ ആദർശത്തിൽ നിന്ന് തെറ്റിപ്പോയവരാണ്. എന്നിട്ട് അദ്ദേഹം ഉദാഹരണം പറയുന്നു, കൽ ഖവാരിജി, ഖവാരിജുകളെ പോലെ, അലഖ്തിലാഫി ഫിറഖിഹാ, ഖവാരിജുകൾ തന്നെയും ഒരുപാട് വിഭാഗമുണ്ട്. വറവാഫിളി, റാഫിളകളെ പോലെ, അലാ തബായുനി ളലാലിഹാ, അവരിൽ തന്നെയും അവരുടെ പിഴവുകൾ ധാരാളമാണ്. വൽ മുഅ്തസിലതി അലാ സുനാഫി അഹ്വാഇഹാ, ബുദ്ധിക്ക് സ്ഥാനം കൊടുത്തുകൊണ്ടുള്ള അഖലാനി വർഗമില്ലേ, അതേ ബുദ്ധിയുടേതായ അളവുകോല് കൊണ്ട് ഹദീസുകളെ മുഴുവൻ പരിശോധിച്ചിട്ട് ഇത് തന്റെ ബുദ്ധിക്ക് യോജിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്ന മതയുക്തിവാദികളായ ആളുകളും അവരുടെ എല്ലാ പിന്തുണക്കുന്ന കക്ഷികളും, ഫഹൗലായി കുല്ലുഹും മുബദ്ദിലൂന, ഇവരൊക്കെയും ഇസ്ലാമിൽ ബദൽ കൊണ്ടുവന്നവരാണ്. ഇവരൊക്കെയും ഇസ്ലാമിൽ പലതും കടത്തി പകരം പലതും കൊണ്ടുവന്നവരാണ്. അക്രമങ്ങളും അനീതികളും വളരെ ധാരാളമായി ചെയ്തുകൊണ്ട് ളുൽമിന്റെയും അക്രമത്തിന്റെയും അനീതിയുടെയും വഴിയിലൂടെ മുന്നേറിയ കക്ഷികളും ഇതുപോലെ ആട്ടപ്പെടും. വതതുമീസിൽ ഹഖി, സത്യത്തെ പുച്ഛിച്ചവരും ആട്ടപ്പെടും. വഖത്ലി അഹ്ലിഹി വഇദ്ലാലിഹിം, സത്യം പറഞ്ഞു എന്നതിന്റെ പേരിൽ ആ സത്യത്തിന്റെ ആളുകളെ കൊന്നുകളഞ്ഞവർക്കും വെള്ളമില്ല. വഇദ്ലാലിഹിം, സത്യം പറഞ്ഞു എന്നതിന്റെ പേരിൽ ആ സത്യത്തിന്റെ കക്ഷികളെ എത്രത്തോളം നിന്ദിക്കാനും അവഹേളിക്കാനും പറ്റുമോ അത്രത്തോളം നിന്ദിക്കുകയും അവഹേളിക്കുകയും ചെയ്തവർക്കും ഈ ഹൗദിൽ നിന്ന് വെള്ളമില്ല. അതുപോലെ തന്നെ വൽ മുഅ്ലിനൂന ബിൽ കബായിരിൽ മുസ്തഖിഫൂന ബിൽ മആസി, പാപങ്ങൾ വൻപാപങ്ങൾ പരസ്യമായി ചെയ്തുകൊണ്ട് എന്ത് തെമ്മാടിത്തം ചെയ്യാനും ഒരു മനസ്സാക്ഷി കുത്തുമില്ലാതെ, പാപങ്ങൾ ചെയ്യുമ്പോഴും ഒരു തൗബാ ചിന്താഗതിയുമില്ലാതെ, പാപങ്ങളെ വളരെ ഈസിയായി കണ്ടുകൊണ്ട് പാപികളായി ജീവിച്ചു മരിച്ചുപോയ ആളുകൾക്കും വഴിപിഴച്ചുപോയ തന്നിഷ്ടത്തിന്റെയും ബിദ്അത്തിന്റെയും ഏതെല്ലാം ജമാഅത്തുകളുണ്ടോ
ഏതെല്ലാം സംഘങ്ങളുണ്ടോ, ഏതെല്ലാം കക്ഷികളുണ്ടോ, സർവ കക്ഷികളും അതേ അവരെല്ലാവരും തന്നെ മിനൽ മത്റൂദീന അനിൽ ഹൗദ്, ഈ ഹൗദിൽ കൗസറിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടും. അപ്പൊ സഹോദരങ്ങളെ, എത്ര ഗുരുതരമാണ് ബിദ്അത്ത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ബിദ്അത്ത് എന്ന് പറയുമ്പോൾ അറിയില്ല ആളുകൾക്ക് അതിന്റെ ഗൗരവം. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായി ഒരാൾക്ക് തോന്നുകയാണ് എന്താ നല്ല കാര്യമല്ലേ, പിൽക്കാലത്ത് അന്നില്ലാത്ത ഒന്നൊന്ന് ചെയ്യുന്നത്, തെറ്റായത് ചെയ്യാതിരുന്നാ പോരെ, നല്ല കാര്യമൊക്കെ നടപ്പിലാക്കി കൂടെ, നിസ്കരിക്കല്ലേ, നോമ്പെടുക്കല്ലേ, ദിക്റല്ലേ, സ്വലാത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃകയില്ലാത്ത പലതും സമൂഹത്തിലേക്ക് ആളുകൾ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്നാൽ അതിനൊരു കുഴപ്പമുണ്ട്. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് മഹാനവറുകൾ പറഞ്ഞു മനി ബുത്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹാ ഹസനതൻ, ആരെങ്കിലും ഇസ്ലാമിൽ ഒരു പുതിയ ആചാരമോ വിശ്വാസമോ ആചാരങ്ങളോ സമ്പ്രദായങ്ങളോ കൊണ്ടുവന്നാൽ അവൻ പറയുന്നത് എന്താണ്? അത് നല്ലതല്ലേ എന്ന ന്യായം പറഞ്ഞുകൊണ്ടാണ്. പ്രവാചകൻ ചെയ്തിട്ടില്ല, സഹാബത്ത് ചെയ്തിട്ടില്ല, താബിഈങ്ങൾ ചെയ്തിട്ടില്ല, തബഉ താബിഈങ്ങൾ ചെയ്തിട്ടില്ല, അതൊക്കെ ശരി തന്നെ, പക്ഷെ നല്ലതല്ലേ എന്ന ന്യായം പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇസ്ലാമിലേക്ക് വല്ലതും കടത്തിക്കൂട്ടി കൊണ്ടുവന്നാൽ അവൻ ആരെ പോലെയാണ്? അവൻ എന്തു പറഞ്ഞതിന് തുല്യമാണ്? ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് എത്തിച്ചു കൊടുക്കാൻ ജനങ്ങളോട് ഏൽപ്പിച്ചിട്ടുള്ള റിസാലത്തിൽ വെള്ളം ചേർത്തയാളാണ്, വഞ്ചന നടത്തിയയാളാണെന്ന് പറഞ്ഞവനെ പോലെയാണ്. ഇത്രയുടെ ഗൗരവം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക, പ്രവാചകരെ, റസൂലേ, ബല്ലിഗ്, താങ്കൾ എത്തിച്ചു കൊടുക്കണം, മാ ഉൻസില ഇലൈക മിർ റബ്ബിക, താങ്കളുടെ രക്ഷിതാവിങ്കൽ നിന്ന് താങ്കൾക്ക് ഇറക്കപ്പെട്ടിട്ടുള്ള ജനങ്ങൾക്ക് എന്തെല്ലാം എത്തിച്ചു കൊടുക്കണമെന്ന് താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവനും നിങ്ങൾ എത്തിച്ചു കൊടുക്കണം എന്ന് അള്ളാന്റെ റസൂലിനോട് കൽപ്പിച്ചതാണ്. അത് അവിടുന്ന് നിർവഹിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്, എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, അവിടുന്ന് ഒന്നും വിട്ടുപോയിട്ടില്ല. എത്രത്തോളം അവിടുന്ന് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ നരകത്തിയിലേക്ക് പോകാൻ സാധ്യതയുള്ള മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് വിരോധിച്ചിട്ടുമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആയിരക്കണക്കിന്, അതെ ലക്ഷങ്ങൾ തടിച്ചുകൂടിയ ആ മഹാസമ്മേളനം അഥവാ ഹജ്ജത്തുൽ വദാഇൽ അവിടുന്ന് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ ജനങ്ങളെ? താൻ വളർത്തിയുണ്ടാക്കിയ തന്റെ ശിഷ്യത്വത്തിൽ വളർന്ന ആയിരങ്ങളുടെ മുമ്പിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലാ ഹൽ ബല്ലഗ്തു, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? സഹാബത്ത് മുഴുവനും പറഞ്ഞു, അതെ, ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് എത്തിച്ചു തന്നിട്ടുണ്ട്, ഞങ്ങൾക്കെല്ലാം എത്തിച്ചു തന്നിട്ടുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചൂണ്ടുവിരൽ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുവേ, നീ എന്നെ ഏൽപ്പിച്ച മുഴുവനും ഞാൻ ഇവർക്ക് എത്തിച്ചു കൊടുത്തു എന്നതിന് ഇതാ ഇവര് സാക്ഷി നിൽക്കുന്നു, നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ്. അത് ഈ ലോകത്തോട് പറഞ്ഞിട്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുള്ളത്. അപ്പൊ പണ്ഡിതന്മാര് പറയാണ്, ഇനി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിലപ്പുറം ഒരു വിശ്വാസം, ഒരാചാരം, ഒരു കർമ്മം നല്ലതല്ലേ എന്ന നിലക്ക് പിൽക്കാലക്കാര് ആരെങ്കിലും കൊണ്ടുവന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹ് ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ അവിടുന്ന് വഞ്ചന കാണിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ്. അത് സഹിക്കാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പാടുണ്ടോ? കുഫറല്ലേ അത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം പൂർത്തിയാക്കിയിട്ട് പിന്നെ നമ്മുടെ വകയായിട്ട് അതിൽ ആരെങ്കിലും കടത്തിക്കൂട്ടിയാൽ, ഇല്ലാത്തൊരു നിസ്കാരം, ഇല്ലാത്തൊരു നോമ്പ്, ഇല്ലാത്തൊരു സ്വലാത്ത്, അങ്ങനെ ഏതെങ്കിലും നിലക്ക് ഇല്ലാത്തൊരു വിശ്വാസം ഒക്കെ കടത്തിക്കൂട്ടി കൊണ്ടുവന്നാൽ അതങ്ങേയറ്റം ഗുരുതരമാണ്. അതുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഓരോ പ്രസംഗങ്ങളുടെയും ആമുഖങ്ങളിൽ പറയാറുണ്ട്, ജനങ്ങളെ, ഖൈറുൽ കിതാബി കിതാബുല്ലാഹ്,
ഏറ്റവും വലിയ ഗ്രന്ഥം, മഹത്വമേറിയ ഗ്രന്ഥം അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. ഖൈറുൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചര്യകളിൽ വെച്ച് ഏറ്റവും മുന്തിയ ചര്യ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയാണ്. പിന്നെന്താ പറയാറ്? വശറൽ ഉമൂരി മുഹദസാതുഹാ. കാര്യങ്ങളിൽ ഏറ്റവും ചീത്ത അതിൽ പുതിയത് കടത്തിക്കൂട്ടലാണ്. വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ. എല്ലാ പുതിയതും ബിദ്അത്തുകളാണ്. വകുല്ലു ബിദ്അത്തിൻ ദലാല. എല്ലാ പുതിയതും ആ നിലക്കുള്ള അനാചാരങ്ങളും വഴികേടാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. എല്ലാ വഴികേടുകളുടെയും അവസാനം നരകത്തിയിലേക്കാണ്. അപ്പൊ വളരെ ഗൗരവത്തോടെ നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു നാളെ മഹ്ശറിൽ നൽകുന്ന ഈ ഹൗദിൽ നിന്ന് കുടിക്കണം എന്ന് കൊതിയില്ലാത്ത ആരാ സുഹൃത്തുക്കളെ നമ്മുടെ കൂട്ടത്തിൽ ഇല്ലാത്തത്? ആരാ നമ്മുടെ കൂട്ടത്തിൽ ഉള്ളത്? അങ്ങനെ കുടിക്കണ്ട എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവരും ആഗ്രഹിക്കുന്നു. അതിനെന്താ മാർഗം? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആ ശരിയായ റൂട്ടിൽ കൂട്ടാതെ കുറക്കാതെ ജീവിക്കലാണ് നാളെ മഹ്ശറിൽ ആ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം കിട്ടുവാനുള്ള മാർഗം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നമ്മൾ ഇവിടുന്ന് തേടിയിട്ട് കാര്യമുണ്ടോ? ചില ആളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പ്രശംസിച്ചുകൊണ്ട് മദ്ഹ് പറയുന്നു എന്ന നിലക്ക് ഇന്നനാ നർജു ഇലാ കഅസി ഹൗദിക ലില്ലതാശ് യൗമ നശ്രി കിതാബിയാ സയ്യിദി ഖൈറൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയാണ്, ഇന്നനാ നർജു, ഞങ്ങൾ ആഗ്രഹിക്കുന്നു നബിയെ, ഇലാ കഅസി ഹൗദിക ലില്ലതാശ്, ദാഹിച്ച് ഞങ്ങൾ മഹ്ശറിൽ വരുമ്പോ അങ്ങയുടെ ഹൗദിൽ കൗസറിൽ നിന്ന് ഞങ്ങൾക്ക് വെള്ളം തരണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വിളിച്ചു തേടുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അങ്ങനെ വിളിച്ചു തേടുന്നവൻ ബിദ്അത്തുകാരനാണ്. അവിടുന്ന് പഠിപ്പിക്കാത്ത ആശയം കൊണ്ടുവന്നവനാണ്. നബിതങ്ങളോട് തേടുന്നവൻ, നബിതങ്ങളെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുന്നവൻ അവിടുന്ന് പഠിപ്പിക്കാത്ത ആശയമാണ് ചെയ്യുന്നത്. ഇവനും നാളെ പരലോകത്ത് വെള്ളം കിട്ടുമെന്ന് വിചാരിച്ച് അവിടെ ചെല്ലുമ്പോ ഫഹുവ മിനൽ മത്റൂദീൻ, ആട്ടിയോടിക്കപ്പെടും. വഴിമാറിപ്പോ എന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് എന്ന് പറഞ്ഞ് ആട്ടിയോടിക്കപ്പെടും. അതേ അവസരത്തിൽ അവിടുന്ന് പഠിപ്പിച്ച അതേ വിശ്വാസങ്ങളും അവിടുന്ന് സ്വഹാബത്തിന് പകർന്നു കൊടുത്ത അതേ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ ആ ഹൗദിൽ നിന്ന് കുടിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും. അത്തരക്കാരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ സഹോദരങ്ങളെ, സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പ്രത്യേകമായി മറ്റൊരു പ്രവാചകനും നൽകപ്പെടാത്ത മഹത്വമാണ്. ഒരു നബിക്കും നാളെ പ്രത്യേക ഒരു ഹൗദ് നാളെ മഹ്ശറിൽ ഇല്ല. അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാത്രമാണ്. അത് കുടിക്കാൻ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. അതിനുവേണ്ടി അള്ളാഹിനോട് തേടണം. അല്ലാഹ്, നിന്റെ നബിക്ക് നീ നൽകുന്ന പാനീയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കുടിപ്പിക്കണേ എന്ന് അള്ളാഹിനോട് തേടണം. അത് കിട്ടാനുള്ള മാർഗം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വഴിത്താരയിൽ നിന്ന് അല്പം പോലും തെറ്റാതെ അവിടുത്തോടുള്ള മഹബത്ത് നിലനിർത്തിയാൽ ആളവിടുത്തെ തിരുകരം കൊണ്ട് നമുക്ക് മുക്കി കുടിക്കാം, തരും. ആ ഒരു കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.